ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നു, ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു, എന്നെ ട്രോളിക്കൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റും ഇടുന്നു. ആൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും. ഹായ് ഗൈസ്, നമസ്കാരം. ഒരു 3 ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടോ എന്നറിയില്ല. പെടാത്ത ആൾക്ക് വേണ്ടി ചെറുതായിട്ട് ഞാൻ ആ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയിൽ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴി അവർ ക്ഷീണം പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരൊരു റോഡ് സൈഡിൽ വണ്ടി നിർത്തി വിട്ടു. നമ്മൾ ഈ റോഡ് സേഫ്റ്റി റൂൾസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വണ്ടി ഒതുക്കി നിർത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം ഡ്രൈവ് ചെയ്യണം എന്നാണ്. ഇവർക്ക് വയ്യായിരുന്നു, ഇവർ റെസ്റ്റ് എടുത്തു, ഡ്രൈവ് ചെയ്തു. ഭാര്യയും ഭർത്താവുമാണ്, ഒരു കുട്ടിയും ഉണ്ട്. പക്ഷേ ഇത് കണ്ടുവന്നൊരു പെൺകുട്ടി വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സദാചാര വിഷയം ഉണ്ടാവുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാവുന്നു, വിഷയമാവുന്നു, അത് വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഡെഫിനറ്റ്ലി ഒരുപാട് കമൻറ്റുകൾ വരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത് എടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. ഈവൻ ഞാനും റിയാക്ട് ചെയ്തു. ഇവിടെ കാറിനുള്ളിൽ വെച്ച് ഈ രണ്ട് പുരുഷനും സ്ത്രീയും ചെയ്യുന്നത് ശരിയാണോ, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും എന്തിന് കാറിലിരുന്നു കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്തു? ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യം. പെൺകുട്ടി എന്തോ കണ്ടു എനിക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ കണ്ടത് എന്നാ പറയുന്നത്. ഒരു ഉമ്മയോ ഒരു കെട്ടിപ്പിടുത്തോ ആയിരിക്കില്ല. ഉമ്മയോ കെട്ടിപ്പിടുത്തോ ആണെങ്കിൽ പെൺകുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തു പറയാൻ മടി പിടിക്കേണ്ട ആവശ്യമില്ല. അതിലും വലുതെന്തോ എന്ന് കണ്ട രീതിയിലാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയായി ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് റോട്ടിൽ വന്ന് നിന്ന് കാറ് നിർത്തിയിട്ടിട്ട് കുട്ടി പറയുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇതാണ് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം. എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സിൽ ഈ ചോദ്യം വരികയും നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കിൻ്റെ ഭാഗമായി പെൺകുട്ടി മാറിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ തരാം. ആദ്യം തന്നെ നമുക്ക് ഈ പെൺകുട്ടിയുടെ ഒരു കംപ്ലീറ്റ് വീഡിയോ കാണാം. ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നു, ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു, എന്നെ ട്രോളിക്കൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റും ഇടുന്നു. ആൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. എൻ്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും. എനിക്ക് ജോലിക്ക് പോകാൻ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അറിയാവുന്ന നാട്ടുകാർ എന്നെ അറിയാം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഉള്ളതെല്ലാം എൻ്റെ നാട്ടുകാർക്ക് അറിയാം. ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്കെല്ലാം അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് കണ്ടിട്ട് തന്നെ റിയാക്ട് ചെയ്തെന്നുള്ളതും അറിയാം. എന്തറിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാൻ ഒറ്റ റീസണേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛൻ അമ്മ അവർ കാറിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് പബ്ലിക്കായി മോശമായ രീതിയിലുള്ളൊരു കാര്യം ചെയ്യേണ്ട ആവശ്യം അവർക്ക് എന്താണ്? ആൻഡ് അന്നേ ദിവസം ഒരു മണിക്കൂറിന് മുമ്പുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നിട്ടുള്ള OP ഷീറ്റ് വരെ അവരുടെ കയ്യിലുണ്ട്. അപ്പം അതുവരെ തെളിവായി കണ്ട് ഇരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് മോള് പറഞ്ഞ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുക? അന്നേരം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ ഒരു കോളേജ് പഠിക്കുന്ന കുട്ടികളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മോള് പറയുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, സമ്മതിക്കാം. അല്ലെങ്കിൽ ഒരു ലവേഴ്സോ ഒരു കപ്പിൾസോ പറയുന്നതാണ് ഓക്കെ ഫൈൻ, ഞങ്ങൾ സമ്മതിക്കാൻ പാടില്ല. മറ്റൊരുത്തൻ്റെ പ്രൈവസിയിലോട്ട് ഒളിഞ്ഞു നോക്കുന്നതിലും വലിയ തെണ്ടിത്തരം വേറെ ഇല്ല. പക്ഷെ ഞങ്ങൾ സമ്മതിക്കാം. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സീരിയസ്ലി നമുക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മോള് പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവനവൻ്റെ ജോലിയും കാര്യങ്ങളും നോക്കി പോയാൽ മതി. ഇതെവിടേക്കോ ഒരു വിഷയം ആയതുകൊണ്ടാണ് മോള് മീഡിയക്കാരെ വിളിച്ച് എക്സ്പ്ലനേഷൻ പറയുന്നതും നാട്ടുകാർ എക്സ്പ്ലനേഷൻ പറയുന്നതും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ വരുന്ന വഴിയാണിത്. ഞാൻ ഈ വീടിൻ്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേനും ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തൊരു കാറ് ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും. ഞാനത് നോക്കിയ സമയത്ത് അതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത്. അത് ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു. അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. എൻ്റെ തൊട്ടടുത്ത വീടെന്ന് പറയുന്നത് വല്യച്ഛൻ്റെ വീടാണ്. വല്യച്ഛനോട് ഞാൻ ചോദിച്ചു. അപ്പം ഇവർ രണ്ടുപേരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി. ഇവിടെ ഈ ദേശത്തൊന്നും ആരും എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ചോദിച്ചു, വീടിൻ്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്, ഇതിനകത്ത് എന്തുവാന്നുള്ളത് ചോദിച്ചു. ഇത്രയും ചോദിച്ചപ്പോഴത്തേന് ആള് വണ്ടിക്കകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി, നിങ്ങൾ എന്തുവാ കണ്ടേ എന്നുള്ള രീതിക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ എത്രമാത്രം ഇതാക്കാവോ അത്രമാത്രം ആ വീഡിയോക്കകത്ത് മോശകരമായിട്ട് വീഡിയോ
ആദ്യം തന്നെ ഇപ്പം മീഡിയയ്ക്ക് കൊടുത്ത ഒരു സ്റ്റാൻഡേർഡിലോ ഒരു രീതിയിലോ അല്ല മോൾ ആ വീഡിയോയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. വളരെ ദേഷ്യം പിടിച്ച് എന്തോ വൃത്തികെട്ട കാര്യം ഞാൻ പിടിച്ചു എന്ന രീതിയിൽ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ എന്ന രീതിയിലാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തോ ചെയ്തോട്ടെ എന്ന് കരുതി അങ്ങോട്ട് പോയാൽ പോരെ. ഇനി ഓക്കെ, നമ്മൾ വീടിൻ്റെ വഴിയിൽ ഒരു കാര്യം നടക്കേണ്ട എന്താ ചെയ്യേണ്ടത്? നേരെ നടക്കുക, ഡോറ് നോക്ക് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക എന്താ ഇവിടെ കുറേ നേരമായല്ലോ നിങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യമുണ്ടോ, വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ഡയറക്റ്റ് അങ്ങ് ചോദിക്കുക. അപ്പോൾ അവർ വളരെ മാന്യമായിട്ട് അവർ എന്ത് ചെയ്യും? മറുപടി തരും. അവിടെ വിഷയം തീരും. പകരം അമ്മേനെയും കൂട്ടിച്ചെന്ന് കുറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഇതിനൊരു വൃത്തികേട് ഇവിടെ ചെയ്യല്ലേ എന്ന് പറയുമ്പം അത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഒന്നാമത് നമ്മൾ സാധാരണ ഹെൽത്തി ആയി നിൽക്കുന്ന സ്റ്റേജിൽ വരെ ഇങ്ങനത്തെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൊറിഞ്ഞ് പൊളിഞ്ഞ് അങ്ങോട്ട് വരും. അന്നേരം പനിയും പിടിച്ച് വയ്യാണ്ടായി തലയും വേദനിച്ച് ക്ഷീണം പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഒരാളെടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടത്. അവർ ഈ വീഡിയോ ഇട്ടതിൽ കൂടെ ഒരിക്കലും മോളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടല്ല. അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അവർ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ വന്ന് പബ്ലിക്കലി ഷെയർ ചെയ്തു. അത്രയേ ഉള്ളൂ. അതിൽ ന്യായമുണ്ട് എന്ന് തോന്നിയപ്പം ഡെഫിനറ്റ്ലി കുറേ ആൾക്കാർ അതെടുത്ത് സംസാരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കയറി കളിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നോക്കിയും കണ്ട് മാത്രം സംസാരിക്കുക. വഴിയിൽ കൂടെ പോകുന്ന വള്ളികൾ പിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് മാത്രമേ നേരം ഉണ്ടാവും. പിന്നെ ഏകദേശം കാറ് കണ്ടത് വെച്ചിട്ട് എനിക്ക് വീണ്ടും മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും റോട്ടിൽ നിന്ന്, അതും ഇങ്ങനത്തെ പബ്ലിക്കായി, അതും അവിടുന്ന് ഒരു 100 മീറ്റർ വിട്ടാൽ റോഡുള്ള അല്ലെങ്കിൽ ഒരു വീടുള്ള അവിടെ വെച്ച് അവരിങ്ങനത്തെ രീതിയിലുള്ളൊരു പ്രവൃത്തി ചെയ്യും എന്നുള്ളത് വീണ്ടും എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് അവിടുത്തെ ഒരു നാട്ടുകാരൻ്റെ ഒരു റെസ്പോൺസ് ഞാൻ കാണാനിടയായി. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എത്രത്തോളം അതിനെ ഹറാസ് ചെയ്യാമോ, എത്രത്തോളം ആ കുടുംബത്തെ അപമാനിക്കാമോ ആ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പരിസരമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലായിട്ടുള്ളതാണ്. കാരണം ഒരുപാട് വട്ടം ഈ കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി മാഫിയകൾ വളരെയധികം അഴിഞ്ഞാടുന്നൊരു സ്ഥലം. എത്രയോ രാത്രികളിൽ സ്ഥിരം പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പെട്രോളിംഗ് ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങനെ അഴിഞ്ഞാടുന്നൊരു സ്ഥലത്ത് നമ്മൾ നാട്ടുകാർ പലതവണ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പലതവണ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ഒറ്റപ്പെട്ടു പോയി. ആ സമയത്ത് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ കൊണ്ട് പലർക്കും ഈ സ്ഥലത്ത് ഇല്ലാതിരുന്ന സമയത്ത് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയത്. ഈ സംഭവം വളരെ മോശമായിട്ടാണ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. സത്യാവസ്ഥ കൃത്യമായിട്ട് തിരിച്ചറിയാതെയാണ് ഈ കുട്ടിയെ എല്ലാവരും ഹറാസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം ആൾക്കാർ. മനസ്സിലാക്കി വേണം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഇത് പ്രതികരിക്കാനും ഷെയർ ചെയ്യാൻ. ആദ്യം തന്നെ നിങ്ങൾ നാട്ടുകാർ പ്രതികരിക്കേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നല്ല രീതിയിൽ പ്രതികരിക്കണം. ഇങ്ങനത്തെ അനീതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് സത്യം അന്വേഷിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ആ ഏരിയയിൽ 10 തവണ അങ്ങനെ ഒരു പ്രശ്നം നടന്നുണ്ട് എന്ന് കരുതി 11ാമതൊരു വണ്ടി വരുമ്പം അവിടെ അത് തന്നെയാണ് നടക്കുന്നത് എന്ന് കരുതി അവിടെ ഒച്ച ഉണ്ടാക്കാനുള്ള റൈറ്റ് ഇല്ല. അതവിടെ സംഭവിച്ചത്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഏരിയയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാമൂഹിക വിരുദ്ധരുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. ഒരു 13ാമത്തെ ഒരു കാറ് വരുമ്പോഴും നിങ്ങൾ ആ ആംഗിളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. ഓരോരുത്തരും ഡിഫറെൻ്റാണ്. ഓരോരുത്തരും ഡിഫറെൻറ്റ് സ്വഭാവമാണ്, ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്. ഞങ്ങൾ കൗൺസിലേഴ്സാണ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടിട്ട് 20 ക്ലയൻറ്റ് വരും. 20 ക്ലയൻറ്റിനും ഒരേ കണ്ണിലല്ല കാണുക. 20 ക്ലയൻറ്റിനും 20 റീസൺസ് ആയിരിക്കും, 20 നീഡ്സ് ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ കേസും എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അപ്പം നിങ്ങളുടെ മുമ്പ് കണ്ട കണ്ണുകൊണ്ട് നിങ്ങളിവിടെ വന്ന് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് കാണിക്കുമ്പം ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റിലെ വ്യക്തി ഇത് കേട്ടിരിക്കണം എന്നില്ല. നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല, നമ്മൾ 100% ഷുവർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പറയും. അതിന് ഇപ്പം ചേട്ടനൊക്കെ മനസാക്ഷി വെച്ച് ചേട്ടനൊന്ന് പറയും, ഇപ്പം ഇങ്ങോട്ട് ചെയ്ത ഈ കാര്യത്തിനെ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ആൻഡ് ഫൈനലി ഈ കേസിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ആളുടെ ചാനലിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. പെൺകുട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യമുണ്ടായുള്ള ചെയ്തു. അപ്പോൾ ഇതിനെതിരെ ഞാനൊരു വീഡിയോ എടുത്തു, ഞാനത് പോസ്റ്റ് ചെയ്ത് തുടർന്ന് ഒരുപാട് പേര് ഇത് റീഷെയർ ചെയ്തു. അതിനകത്ത് ആസിഫ്, പിന്നെ സീക്രട്ട് ഏജന്റ്, അങ്ങനെ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഉണ്ടായി. വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി. ഇതൊന്നും എൻ്റെ കൺസേണോടുകൂടി അല്ല. ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല. പബ്ലിക്കായിട്ടൊരു അപ്പോളജി ആ കുട്ടി പറയാത്തിടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ആ കുട്ടി വില്ലിങ് ആയില്ല.
അത് അങ്ങനെ സംസാരമായി. അവരുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു. അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ? അവർ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റത്തില്ല, അങ്ങനെയൊന്നും ഒരു നിയമമില്ല, പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഈ വീഡിയോയിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ഒരു കാര്യം പോലും ഇല്ല. ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട്. അവരെ മോശപ്പെടുത്തുന്ന രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഞാൻ ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല. എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേരിൽ ഞാനൊരു കേസ് കൊടുത്തു. എനിക്ക് എൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു, ആളെ വിളിച്ചു കൂട്ടി ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യം അവരുടെ അടുത്തുള്ള ആൾക്കാരെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത 1-2 ആളോ ആയിക്കോട്ടെ, അത് പബ്ലിക്കാണ്, എനിക്കത് പബ്ലിക്കാണ്, എനിക്കത് സ്ട്രേഞ്ചേഴ്സാണ്. സോ എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക, അത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. അത് തരത്തില്ല എന്ന് അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് അത് അങ്ങനെ നടന്നു. അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നോട് മാപ്പ് പറയണ്ട, എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട, സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട, റിട്ടേൺ ആയിട്ടൊരു മാപ്പ്. കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട്, ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, കുടുംബവും കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ്. അപ്പം അതിന് ഫൈനലി ഇപ്പം നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നപ്പം കുട്ടീനെ അത് മെൻ്റലി ഭയങ്കര ബാധിച്ചു. നാട്ടുകാരെല്ലാവരും കൂടെ പോയി ഒരു കേസ് കൊടുത്തു. കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ മോശമായിട്ടൊന്നും നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല. നമ്മൾ കണ്ട ഒരു സാധനം എടുത്താണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ കേസ് കൊടുക്കാൻ നിന്നിട്ടുണ്ട്, ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ ഒളിക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു സാധനമല്ല റിയാക്ട് ചെയ്തത്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ മാന്യമായ രീതിയിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാണ്ട് അതിൽ വൃത്തികെട്ട രീതിയിലൊരു കാര്യം പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ നാണം കെടുത്താനോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പേഴ്സണലി നിന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് തന്നെ മനസ്സിലായി, ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പോയി. കേട്ടതനുസരിച്ചിട്ട് ഒരാളും ഇവർക്ക് സപ്പോർട്ടില്ല, ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ഇനി ഇതും പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നാരായണക്കല്ലാവും എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. സോ ഇവരെന്ത് ചെയ്തു, കേസ് കൊടുത്തു. കേസ് ലാസ്റ്റ് സോൾവ് ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനത്തെ സ്ട്രാറ്റജി എടുത്തു, ആത്മഹത്യാ ഭീഷണി. സൈബർ സെല്ലിൽ നിന്ന് നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിട്ടുള്ള ഈ വൃത്തികെട്ട അനുഭവം കാരണം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെക്കന് തോന്നിയൊരു മനസ്സലിവ് കൊണ്ട് ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞു, ഓക്കെ എന്നോട് മാപ്പ് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ ഒരു പണി ചെയ്തത് ഒരു പേപ്പറിൽ മാപ്പ് അപേക്ഷ എഴുതി തന്നാൽ മതി. അവിടെയും ഈ കുട്ടി കൊടുക്കാൻ റെഡിയല്ല. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുക? ഇനി ആളുടെ ഒരു ഇമോഷൻ തോന്നി ആൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് കരുതി ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടോ? ഒരു ഇതുമില്ല. സോ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു ചെറിയൊരു കാര്യത്തെ എന്ത് വലിയ വിഷയമായി മാറി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ പണി കഴിഞ്ഞ് നേരെ അവനവൻ്റെ വീട്ടിൽ പോയി നിന്നാൽ മതിയായിരുന്നു. ഇനി എന്തേ വിഷയം ഉണ്ടെങ്കിൽ മാന്യമായി ചെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. നിങ്ങളവിടെ കിടന്ന് റേസായി, നിങ്ങളൊക്കെ അവിടെ കിടന്ന് വേണ്ടാത്ത പറഞ്ഞ സമയത്താണ് ആൾ വീഡിയോ എടുത്തത് ഇട്ടത്. വീഡിയോ എടുത്തിട്ടപ്പോൾ 2 ദിവസം കൊണ്ട് അത് കത്തി കയറി പോയിട്ടുണ്ട്. ഈവൻ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വരെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പെണ്ണും ചെക്കൻ ഇരുന്നാൽ തന്നെ ചോദിക്കാൻ റൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഒരു കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന സമയത്ത് ചോദിച്ചത്. അപ്പം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ പടി കിട്ടും എന്നുള്ളൊരു പാഠം പഠിച്ചല്ലോ.